കോഴിക്കോടിൻ്റെ പൗരാണികതയുടെ അവശേഷിക്കുന്ന അടയാളങ്ങളിലൊന്നാണ് കടലോരത്തെ ഗുജറാത്തി സ്ട്രീറ്റ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യാപാരത്തിനായി എത്തിയ ഗുജറാത്തികളാണ് ഇവർ. ഒരു കാലത്ത് നഗരത്തിലെ ഏറ്റവും പ്രതാപമുണ്ടായിരുന്ന തെരുവാണ് ഗുജറാത്തി സ്ട്രീറ്റ്. ആ തെരുവിൻ്റെ കാഴ്ചകളാണ് ദേശവിശേഷത്തിൽ. ഗുജറാത്തി സ്ട്രീറ്റിലേക്ക് വരൂ, വേഗം വരൂ. പറഞ്ഞാലും തീരാത്തത്ര കാഴ്ചകളും വിശേഷങ്ങളുമുണ്ട് കോഴിക്കോട്. പണ്ട് വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്ന് കപ്പലിറങ്ങുന്നതിന് മുൻപ് കോഴിക്കോടെത്തിയവരുണ്ട്. ഗുജറാത്തിൽ നിന്നുമെത്തിയ സേട്ടുമാർ. വ്യാപാരത്തിനാണ് അവർ കോഴിക്കോടെത്തിയതെങ്കിലും പിന്നീട് അവർ കോഴിക്കോട്ടുകാരായി മാറുകയായിരുന്നു. ആ ഗുജറാത്തി സ്ട്രീറ്റിലാണ് നമ്മളുള്ളത്. ഇടുങ്ങിയ ചെറുവീഥികൾ, വഴിയിലേക്കിറങ്ങി മുഖം കൂർപ്പിച്ചു നിൽക്കുന്ന കൊച്ചു കൊച്ചു കെട്ടിടങ്ങൾ, പല വലിപ്പമുള്ള ജാലകങ്ങൾ, വെയിലേറ്റ് കറുത്തുപോയ ഓടുമേഞ്ഞ മേൽക്കൂരകൾ, നിറങ്ങൾ വാരി വിതറിയ ചുവരുകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കോഴിക്കോട് കടപ്പുറത്തിനോട് ചേർന്നുള്ള ഗുജറാത്തി സ്ട്രീറ്റ്. വലിയങ്ങാടിയുടെ മടിയിൽ തലവെച്ച് സൗത്ത് ബീച്ചിലേക്ക് കാലും നീട്ടി ചുരുങ്ങിക്കിടക്കുന്ന ഒരു തെരുവ്. വമ്പിച്ച ഒരു വ്യാപാര സ്ഥലവും ആയിരുന്നു ഇവിടെ ഷിപ്പിംഗ് കമ്പനി ഉണ്ടായി, പാരാക് ബ്രദേഴ്സ്. അങ്ങനെ പല വലിയ വലിയ ഗുജറാത്തി കച്ചവടക്കാരുണ്ടായിരുന്നു. ഭിവണ്ടി വാല, പല വലിയ വലിയ കച്ചവടക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കാൻ വെച്ചാൽ ആരുമില്ല. ഒന്നാമത് എന്താ അറിയോ, ഇവിടുത്തെ ട്രഡീഷണൽ കച്ചവടം ഉണ്ടല്ലോ, മരം, ഓട്, തേങ്ങ, അതൊക്കെ പോയി. കാരണം തേങ്ങ കച്ചവടം ഇപ്പോൾ കംപ്ലീറ്റ് തമിഴ്നാട്ടിൽ പോയി. പണ്ട് തേങ്ങ കേലിക്കട്ടിനാണ് എല്ലാ തേങ്ങ പോലെ. അത് ഗുജറാത്തീസിൻ്റെ ഒരു എന്താ പറയുക, ഒരു മോണോപ്പൊളി ബിസിനസ് ആയിരുന്നു. കോഴിക്കോട്ടേക്ക് വന്ന വാസ്കോ ഡ ഗാമയ്ക്ക് വഴികാട്ടിയായത് ഒരു ഗുജറാത്തിയാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഒരു കാലത്ത് ഈ തെരുവ് നിറയെ പാണ്ടികശാലകളായിരുന്നു. മലയാളികൾ ചപ്പാത്തിൻ്റെ ഇട എന്ന് വിളിച്ച പ്രദേശം. പാണ്ടികശാലയുടെ മുകൾ തട്ട് വിശാലമായ വീടാക്കി മാറ്റിയ കുടുംബങ്ങളും അനവധിയാണ്. പ്രധാനമായും അരിക്കച്ചവടം നടത്തി ജീവിച്ചവർ. മൊത്തം ഇവിടെ 2 സെക്ഷൻ ഉണ്ട്. ജെയിൻസ് ഉണ്ട്, വൈഷ്ണവ്സ് ഉണ്ട്. രണ്ടും കൂടിയിട്ട് ഒരു 300 ഫാമിലി ഉണ്ടാവും. വീടുകളുണ്ട്, ഫാമിലി ഉണ്ട്. പക്ഷേ ഇപ്പോൾ യങ്സ്റ്ററൊക്കെ ആരുമില്ല. 90% യങ്സ്റ്ററൊക്കെ പുറത്താണ്. ബിസിനസ്സിലോ ജോബിലോ അങ്ങനെയൊക്കെ. ഇപ്പോൾ സീനിയർ സിറ്റിസൺ ഗുജറാത്തി കമ്മ്യൂണിറ്റി ആയിപ്പോയി. गली गली बहार की बस एक छाँव जुल्फ की बस एक निगाह प्यार की पुकारता. ഗുജറാത്തി സ്ട്രീറ്റ് ഇന്ന് നവീകരണത്തിൻ്റെ പാതയിലാണ്. ഈ പൈതൃകം അതുപോലെ തന്നെ നിലനിർത്തി കൂടുതൽ ആളുകളെ ആകർഷിക്കും വിധമാണ് പുതിയ നവീകരണം. ഇതിനായി DTPC 6.95 കോടി രൂപയുടെ പ്രപ്പോസൽ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ക്യാമറമാൻ മുനീഫ് തിരൂരിനും ആശീഷിനുമൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്.